MyG Future Ajmi presents Amma Kudumba Sangamam in association with Goodspeed, Migration and Study Abroad Experts, Jain, deemed to be University and Maharani Wedding Collections, powered by D Group. So, പ്രചോദന മമ്മൂട്ടി ടീം വേഴ്സസ് ലാലേട്ടൻ. ഒരു നല്ല കൈയ്യടി കൊടുക്കാം. ഇരു ടീമും റെഡിയാണ്. കളിച്ചതിൻ്റെ ഒരു ചെറിയ റെസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട രാജീവ് പിള്ള ക്യാപ്റ്റൻ, നമ്മുടെ മമ്മൂക്ക ടീമിൻ ലാലേട്ടൻ ടീം ക്യാപ്റ്റൻ പ്രിയപ്പെട്ട നരേൻ, രണ്ടുപേർക്കും രണ്ട് ടീമുകളെയും സ്വാഗതം ചെയ്യുന്നു. പ്രചോദന നമുക്ക് ടീം ലാലേട്ടൻ്റെ ടീമിനെ നോക്കാം. ഷോബി തിലകൻ, വിനീത് കുമാർ, മുന്ന, അഞ്ജു അരവിന്ദ്, തസ്നി ഖാൻ, രമ്യ പണിക്കർ, നരേൻ ദ ക്യാപ്റ്റൻ, മാനസ രാധാകൃഷ്ണൻ, ശ്രുതി ലക്ഷ്മി, സുധീർ സുകുമാരൻ, അതുപോലെ തന്നെ നിരഞ്ജ്. വളരെ സംഭവബഹുലമായുള്ള ലൈനപ്പ് തന്നെയാണ് അവരുടേതും. സോ മമ്മൂട്ടി ടീമിന്റെ ലൈനപ്പ് കൂടി നമുക്ക് നോക്കാം. ടിനി ടോം, രാജീവ് പിള്ളൈ ഈസ് എ ക്യാപ്റ്റൻ, ഷാജു, ശ്രീധർ, കൈലാഷ്, ഉണ്ണി ശിവപാൽ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, മൻരാജ്, റിയ സൈറ, കോട്ടയം നസീർ, അഞ്ജലി ആൻഡ് ജയശ്രീ. ലാലേട്ടൻ ടീമിൽ ഗോളി നിൽക്കുന്നത് ശ്രുതി ലക്ഷ്മിയാണ്. ഇവിടെ മമ്മൂക്ക ടീമിൽ റിയയാണ്, 13-ാം നമ്പർ. കൈയ്യടി കൊടുക്കാം. മത്സരം തുടങ്ങാൻ പോവുകയാണ്. ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക ടീമിന്റെ വാശിയേറിയ മത്സരം തുടങ്ങാൻ പോവുകയാണ്. ഒരു നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് തുടങ്ങാം. വിഷ്ണു ഫോർവേഡ് കളിക്കുന്നു. വിഷ്ണു ഫസ്റ്റ് ടച്ചിലേക്ക് നേരെ ഉണ്ണി ശിവപാൽ ടച്ച് ചെയ്തുകൊണ്ട് ബോൾ മുന്നേറുകയാണ്. റഫറി നരേന്റെ അടുത്ത് കുറച്ച് ബാക്കിലോട്ട് മാറി നിൽക്കാൻ പറയുന്നു. ഉണ്ണി ശിവപാൽ ബോളുമായി മുന്നേറുമ്പോൾ നരേൻ അതിനെ വെട്ടിച്ചുകൊണ്ട് ഇതാ വളരെ മനോഹരമായ ഒരു പാസിംഗിൽ നമ്മുടെ നിരഞ്ജനും നരേനും ഗംഭീരമായ ഒരു പാസിംഗ് ആയിരുന്നു. വളരെ ചടുലമായ ഒരു നീക്കം തന്നെയായിരുന്നു പ്രചോദന. അത് ഏതാണ്ട് ഗോളായി എന്ന് തോന്നിയ ഒരു അവസ്ഥയായിരുന്നു. തന്നെയുമല്ല, കോട്ടയം നസീറിന്റെ കൈ ബോളിൽ തട്ടിയതുകൊണ്ട് അതൊരു പെനാൽറ്റിയിലേക്ക് ഒരു പെനാൽറ്റി കിട്ടിയിരിക്കുകയാണ്. ഒരു നല്ല ഗൈഡ് കൊടുക്കണം. കോട്ടയം നസീറിന്റെ കയ്യിൽ അത് ബോൾ കൊണ്ടതുകൊണ്ട് അതൊരു പെനാൽറ്റി. ഇതാ നരേനാണ് അടിക്കുന്നത്. ഇതാ നരേൻ തന്റെ കഴിവ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ലാലേട്ടൻ ടീമിന് വേണ്ടി ആദ്യ ഗോൾ ക്യാപ്റ്റൻ നേടിയിരിക്കുകയാണ്. എന്തായാലും അടുത്ത ടച്ചിലേക്ക് പോകുകയാണ്. അങ്ങനെ 1-0 കളി മുന്നേറുന്നു. പോമോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നരേൻ ക്യാപ്റ്റൻ ഒരു ഗോൾ നേടിയിരിക്കുന്നു. വളരെ കരുത്തുറ്റ മറ്റൊരു ഷോട്ട് എടുത്തിരിക്കുന്നു രാജീവ് പിള്ളൈ. കളി പറഞ്ഞു കൊടുക്കാൻ പുറത്തു നിൽക്കുന്ന ഷോബി തിലകനും അതുപോലെ നമ്മുടെ തസ്നി ഖാനും അഞ്ജു അരവിന്ദുമെല്ലാം വളരെ ആവേശത്തിലാണ്. ഇതേ ആവേശത്തോടു കൂടി തന്നെ കളി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അവരുടെ ടീം ക്യാപ്റ്റൻ നരേൻ. അതാ മുന്ന സൈമൺ നരേന് പാസ് ചെയ്തു. നരേൻ വീണ്ടും ഒരു അക്രമം. വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇടം കാലുകൊണ്ട് പോസ്റ്റിലേക്ക് ബോൾ പായിച്ചിരിക്കുകയാണ്. വിഷ്ണുവും ഉണ്ണി ശിവപാൽ ബോള് അതാ നേരെ കൈമാറി രാജീവ് പിള്ളയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത്രയും പെട്ടെന്ന് ഗോളടിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ നിരഞ്ജൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിരഞ്ജനും നരേനും അതാ വളരെ ഗംഭീരമായിട്ട് കളിച്ച് മുന്നേറുന്നു. നരേൻ ഒരു സ്റ്റൈൽ പ്ലെയറാണ് എന്നുള്ളത് മനസ്സിലാക്കി. അത് ഫൗളല്ല, ഫൗൾ വിളിച്ചു എന്ന് തോന്നുന്നു. അത് റഫറിയുടെ ശരിയായ ഒരു തീരുമാനമായിരുന്നു. നരേൻ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഗംഭീരമായൊരു പ്ലെയറാണ്. ഇതാ അടുത്ത ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി നിൽക്കുന്നു റിയയും രാജീവും. നിരഞ്ജൻ ഗംഭീരമായ ആക്രമണം. മുന്ന അതാ വീണ്ടും ഉണ്ണി ശിവപാൽ. സുണ്ണി ശിവാലും അതുപോലെ തന്നെ രാജീവ് പിള്ളയും ചടുലമായ നീക്കങ്ങളുടെ ഒരു ഗോളുള്ള ശ്രമം. വളരെ നല്ലൊരു മുന്നേറ്റം. മനോഹരമായ ഒരു കിക്ക് തന്നെയായിരുന്നു. എന്നാൽ അത് ഗോളിൽ കലാശിക്കുന്നില്ല. ഒരു ഗോൾ അടിച്ചതിന്റെ ടെൻഷനിൽ ഉണ്ണി ശിവപാൽ ബോളിന് പുറകെ ഓടുന്നുണ്ട്. പക്ഷേ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം തോന്നുന്നുണ്ട്. അതാ നരേനും മുന്നയും നിരഞ്ജനും വളരെ വിദഗ്ധമായി കളിച്ച് മുന്നേറുകയാണ്. വിഷ്ണു ആ ബോൾ പാസ് ചെയ്ത് രാജീവിന് കൊടുക്കുമ്പോൾ വീണ്ടും മുന്ന ഇതാ അടുത്ത ഗോളിലായി മുന്ന സൈമൺ ഞെട്ടിച്ചിരിക്കുന്നു. നിങ്ങളിത് കാണുവിൻ, നിങ്ങളിത് വിശ്വസിക്കുവിൻ. മുന്ന സൈമൺ ഞെട്ടിച്ചിരിക്കുന്നു. അതാ രണ്ടാമത്തെ ഗോളും നേടി നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ടീം. നരേനും നിരഞ്ജനും ഗംഭീരമായ ഒരു കളിയാണ്. തന്ത്രങ്ങൾ മാറുന്നു. തന്ത്രങ്ങൾ മറുട്ടി മെനയുമ്പോൾ നരേൻ വീണ്ടും തന്റെ കഴിവ് നരേനെ ഫൗൾ ചെയ്ത് രാജീവ് പിള്ള ഫൗൾ ചെയ്യുന്നു.
ഇത് ഒരു സൗഹൃദത്തിൻ്റെ കളിയാണ്. അതിർവരമ്പ് വിട്ടു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. കായിക കളിയല്ല, ഇത് കാലിൻ്റെ കളിയാണ് എന്ന് കൂടി പറയുകയാണ്. ഇതാ വളരെ നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു ഇവിടെ. എന്നാൽ ഇവിടെ വീണ്ടും നല്ലൊരു മുന്നേറ്റം കൂടി 2-0 ലീഡ് ചെയ്യുകയാണ് ലാലേട്ടൻ. പ്രചോദട്ട ഇവിടെ എന്ത് സംഭവിക്കാം, തിരിച്ചടിക്കുമെന്ന വളരെ നല്ലൊരു സേവ് കൂടി അവിടെ ശ്രുതി ലക്ഷ്മിയിൽ നമുക്ക് കാണാം. മനോഹരമായ ഒരു സേവ്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് തന്നെയായിരുന്നു ശ്രുതിയിൽ കാണാൻ സാധിച്ചത്. അറ്റാക്ക് മാത്രമല്ല ഡിഫൻസും വളരെ സ്ട്രോങ് ആക്കിയിരിക്കുന്നു ടീം ലാലേട്ടൻ. തീർച്ച CCL മുന്നാ സൈമൺ CCLിലും തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുന്ന ആളാണ്. പക്ഷേ ഇന്ന് ഫുട്ബോളിൽ അദ്ദേഹം എത്ര നന്നായി കളിക്കുമെന്നുള്ളത് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു ഉണ്ണി ശിവപാൽ ഇതാ മുന്നേ തടഞ്ഞിരിക്കുന്നു. നിരഞ്ജന്റെ മുന്നേറ്റം, നിരഞ്ജന്റെ കാലിൽ ആ ബോൾ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു നല്ല മുന്നേറ്റം. ഇതാ വീണ്ടും നിരഞ്ജന് പാസ് ചെയ്യുന്നു. നിരഞ്ജൻ അത് വിദഗ്ധമായിട്ട് തന്നെ നരേനിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമമാണ്. പക്ഷേ നിരഞ്ജൻ വളരെ മനോഹരമായിട്ട് ഒരു നല്ല കൈഡി കൊടുക്കാം. ഒരു നല്ല മുന്നേറ്റമാണ്. അതാ ഉണ്ണി ശിവപാൽ തീർച്ചയായും വളരെ നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ ഒരിക്കൽ കൂടി ആ ഗോൾ പോസ്റ്റിന്റെ തൊട്ടടുത്ത് നിന്നും സേവ് ചെയ്തിരിക്കുന്നു ശ്രുതി ലക്ഷ്മിയുടെ മനോഹരമായ മറ്റൊരു സേവ്. ഇതാ മറ്റൊരു അവസരത്തിൽ കൂടി മറ്റൊരു ഗോൾ നേടാനുള്ള ശ്രമം വിഫലമാകുന്നു. നിരഞ്ജൻ ഞെട്ടിച്ചിരിക്കണം. നിരഞ്ജൻ എന്തൊരു പാസ്സാണ്. അതുപോലെ നരേൻ ഗംഭീരമായി തന്നെ കളിക്കുന്നുണ്ട്. ഇതാ വീണ്ടും അത് മുന്നാ സമയത്തിലേക്ക് എത്തുമ്പോൾ ഇതൊരു ഗോൾ പോസ്റ്റിന്റെ അടുത്ത് വീണ്ടും വളരെ നല്ലൊരു അവസരം കൂടി ലഭിച്ചിരിക്കുന്നു. നിരഞ്ജൻ ഇവിടെ പാസ് നൽകിയിരിക്കുന്നു. നരേൻ അപ്പോൾ തന്നെ വിനീത് ഇവിടെ ചുടലമായ നീക്കങ്ങൾ നടത്തുകയാണ്. എന്നാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഡിഫൻഡ് ചെയ്തിരിക്കുന്നു ഉണ്ണി ശിവപാൽ. ക്യാപ്റ്റൻ രാജീവ് പിള്ളയിലേക്ക് ഒരു പാസ്, അത് ഒരല്പം വേഗത കൂടി പോയിരിക്കുന്നു. മറ്റൊരു അവസരം കൂടി നഷ്ടമായിരിക്കുകയാണ്. നിലവിൽ 2-0 ഈ മത്സരം പ്രചോദന മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വാശിയേറിയ മത്സരമാണ്. നല്ല കൈയടി കൊടുത്തുകൊണ്ട് മുന്നേറാം. ഇതാ മുന്നാ സൈമൺ വീണ്ടും അത് നിരഞ്ജന് കൊടുത്തിരിക്കുന്നു. പ്രചോദന നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ തന്നെ CCLിൽ ചേട്ടനും പ്ലെയർ ആണ്. CCL കളിക്കുന്ന ഒരു താരം. മറ്റൊരു അവസരം കൂടി ഇവിടെ നിഷ്പ്രഭമാക്കിയിരിക്കുന്നു കോട്ടയം നസീർ. വളരെ നല്ലൊരു ഡിഫൻസ് അവിടെ നമുക്ക് കാണാം. നല്ലൊരു ഗൈഡ് കൊടുക്കട്ടെ എല്ലാവരും. വളരെ പ്രോത്സാഹിപ്പിക്കാം നമ്മുടെ മിന്നൻ താരങ്ങളെ. അവിടെ ആവേശമൊത്തൊരു ബോർഡ് താഴെ പോയിട്ടുണ്ട്. അത് നമ്മുടെ മൈജി ഫ്യൂച്ചറിൻ്റെ ഒരു ബോർഡാണ്. ഇതാ ഉണ്ണി ശിവപാൽ രാജീവിനത് കൈമാറുമ്പോൾ രാജീവ് ഒരു ഗോളടിക്കുമെന്ന വാശിയോട് കൂടിയാണ്. പക്ഷേ ഉണ്ണി ശിവപാൽ ഒരു ഉഗ്രൻ കിക്കായിരുന്നു, പക്ഷെ അത് ഗോളായില്ല. വളരെ നല്ല കരുത്തുറ്റ പോരാട്ടം തന്നെ. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. പ്രചോദിട്ട എന്തും സംഭവിക്കാം. കരുത്തുറ്റ 2 ഗോൾ കീപ്പേഴ്സാണ് വലയം കാൽക്കുന്നത്, ശ്രുതി ലക്ഷ്മി ആൻഡ് റിയ. ഇവിടെ വീണ്ടും ഒരു കോർണറിലേക്ക് പോയിരിക്കുകയാണ്. ചിലപ്പോൾ ഇത് ഗോളാകാൻ ചാൻസ് ഉണ്ട്. കാരണം വളരെ അപേക്ഷിച്ചുള്ള മത്സരം തന്നെ. ഇവിടെ ഒരു ക്യുക്ക് ട്രൈ അവിടെ നമുക്ക് കാണാം. ഒരു പെൻസിലിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലുള്ള ഒരു ഷോട്ട് ആയിരുന്നു നരേനിൽ നിന്നും. എന്നാൽ അത് ലക്ഷ്യസ്ഥാനത്തെത്താതെ അകന്നു പോവുകയായിരുന്നു. ഇവിടെ ഉണ്ണി ശിവപാൽ കിക്ക് എടുക്കുന്നു. കരുത്തിട്ട് ഷോട്ട്, പക്ഷേ ക്യാപ്റ്റനിലേക്ക്. ക്യാപ്റ്റൻ ടു ക്യാപ്റ്റൻ. രാജീവ് പിള്ള ഉഗ്രൻ ഷോട്ടായിരുന്നു, പക്ഷെ നിരഞ്ജൻ അത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. ഉണ്ണി ശിവപാൽ ആ ഗോൾ പോസ്റ്റിലേക്ക് മുന്നേറുമ്പോൾ അത് നരേൻ വളരെ ഗംഭീരമായിട്ട് അത് പാസ് ചെയ്ത് നമ്മുടെ നിരഞ്ജൻ ഇതാ അടുത്ത ഗോൾ പോസ്റ്റിലേക്ക് കയറുമ്പോൾ കോട്ടയം നസീർ വീണ്ടും അത് സേവ് ചെയ്തിരിക്കുകയാണ്. വളരെ മികച്ച ഡിഫൻസ് ഇവിടെ കോട്ടയം നസീറിൽ നിന്നും. ആദ്യ പാദം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. 2-0 ലീഡ് ചെയ്യുകയാണ് ലാലേട്ടൻ. ഒരു നല്ല കൈ കൊടുക്കാം. നല്ലൊരു ആവേശകരമായ മത്സരം നമ്മൾ കണ്ടു. അങ്ങനെ ഒന്നാം പകുതി അവസാനിച്ചിരിക്കുമ്പോൾ 2-0 മുന്നിട്ട് നിൽക്കുകയാണ്. ഉണ്ണി ശിവപാലേട്ടൻ ലണ്ടനിൽ പോയിട്ട് ക്രിക്കറ്റ് മാത്രമല്ല ഫുട്ബോളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. എന്തായാലും ഈ മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ അവർക്ക് സാധിക്കുമ്പോൾ നോക്കാം. കൂടാതെ അഞ്ജലി നായർ കൂടി അവിടെ എത്തിയിരിക്കുന്നു. 2 ഗോൾ കീപ്പർ ചേഞ്ച് നടന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ആദ്യ പാദത്തിലും പറഞ്ഞിരുന്നു 2 ഗോൾ കീപ്പേഴ്സിന്റെ കൂടി മത്സരമാണ്. ഇവിടെ അഞ്ജു അരവിന്ദ് ഒരു തട്ടത്തിലുണ്ടെങ്കിൽ മറുവറ്റത്ത് അഞ്ജലി നായർ ആണ്
ഗോൾ വലയം കാക്കുന്നത്. ഇവിടെ എന്തും സംഭവിക്കാം എന്ന നിമിഷങ്ങൾ സംജാതമായിരിക്കുന്നു. ഒരിക്കൽ കൂടി നല്ലൊരു ഷോബി സാറിന്റെ നല്ലൊരു അറ്റാക്ക് കൂടി ഇവിടെ നമുക്ക് കാണാം. 2-0 നിലവിൽ ടീം ലാലേട്ടൻ ലീഡ് ചെയ്യുന്നത്. ഇതാ ഉണ്ണീസ് ശിവപാൽ ഒരു സൈഡ് വിങ്ങിലൂടെ കയറി ഗോളടിക്കാൻ കൈലാഷ് ഇതാ ഗോളടിക്കുമെന്ന വാശിയോടുകൂടി തന്നെ ആ ബോള് അത് കയ്യിൽ നിന്ന് മിസ്സായിരിക്കുന്നു. കോട്ടയം നസീർ അത് സേവ് ചെയ്ത് വീണ്ടും തന്റെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിരഞ്ജൻ ഇതാ ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് എത്തിയെങ്കിലും രാജീവ് പിള്ള ഒരു ഡിഫൻഡർ, ഗംഭീരമായ ഒരു ഡിഫൻഡർ, അത് നമ്മുടെ ശോഭിച്ചത് കാലിൽ കിട്ടിയതാണ്. പക്ഷേ നമ്മുടെ ശ്രുതിലി അഞ്ജു പുതിയ ഗോളിയാണ്. അഞ്ജലി നായരാണ് വളരെ നല്ലൊരു സേവ് നടത്തിയിരിക്കുന്നത്. ഇവിടെ മറുപടി ഗോൾ നേടാൻ സാധിക്കുമോ ടീം മമ്മൂട്ടിക്ക്? രാജീവ് പിള്ള നേരെ അതാ ശോഭി തിലകൻ വിനീതിലേക്ക് ബോൾ എത്തിയിരിക്കുന്നു. വീണ്ടും ഉണ്ണീസ് ശിവപാൽ. ഉണ്ണീസ് ശിവപാൽ ഒരു ഉഗ്രം ഷോട്ടായിരുന്നു. അത് നമ്മുടെ മുന്ന സൈമൻ അത് സേവ് ചെയ്തിരിക്കുന്നു. വളരെ ഗംഭീരമായിട്ട് തന്നെ സേവ് ചെയ്തിരിക്കുന്നു. ഇതാ ഉണ്ണി നിമിഷ നേരം കൊണ്ട് തന്നെ അത് ടച്ച് ചെയ്ത് ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ എന്തോ ഒരു ഫൗൾ പറയുന്നുണ്ട്. മുന്ന റഫറിയോട് എന്തോ തർക്കിക്കുന്നുണ്ട്. റഫറി പറയുന്നു ഇനി മുന്ന മൂച്ചെടുത്താൽ മഞ്ഞക്കാട് കാണിക്കും, അതുകൊണ്ട് ബാക്കിലേക്ക് പോകൂ എന്ന് പറയുന്നുണ്ട്. മുന്ന പുറകിലേക്ക് വന്നു രാജീവ് പിള്ള. വളരെ വിദഗ്ധമായിട്ട് തന്നെ രാജീവ് പിള്ള ഒളിഞ്ഞിരുന്നു കൊണ്ട് അമ്പെയ്ത് രാജീവ് പിള്ള അത് ഗോളടിച്ചിരിക്കുകയാണ്. ആരും കണ്ടില്ല. 4 പേർ വിദഗ്ധരായ 4 പേരെ വെട്ടിച്ചുകൊണ്ട് രാജീവ് പിള്ള ഗോളടിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ഷോട്ട് തന്നെയായിരുന്നു. ഇവിടെ 2-1 ലീഡ് ചെയ്യുന്നത് ടീം ലാലേട്ടനാണ്. പക്ഷേ വളരെ നല്ലൊരു മറുപടി ഗോളായിരുന്നു നൽകിയിരുന്നത്. ആദ്യ മത്സരം വിജയിച്ചത് സുരേഷ് ഗോപി സാറിന്റെ ടീമാണ്. അദ്ദേഹം സസൂക്ഷ്മം ഈ മത്സരം വീക്ഷിക്കുന്നുണ്ട്. പ്രചോദന അതെ, മുന്ന സൈമൻ ഗോളിന്റെ പോസ്റ്റിന് തൊട്ടടുത്ത് നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുന്ന സൈമൻ കയറി കളിക്കേണ്ടതാണ്. എങ്ങനെ കാത്തുരക്ഷിച്ചാൽ വീണ്ടും ബോൾ വരും എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും നല്ല മത്സരമാണ്. വിനീത് ഫസ്റ്റ് ടച്ച് ചെയ്യുന്നു, നേരെ നിരഞ്ജനിലേക്ക് പോകുന്നു. വിനീത് അതുമായി കയറാൻ നേരം ഇതാ നമ്മുടെ ശോഭി തിലകൻ ബോളുമായി മുന്നേറുന്നു. പക്ഷേ ബോള് പ്രചോദന ഞാൻ ആലോചിക്കുന്നത് നിങ്ങളെയൊക്കെ ക്രിക്കറ്റ് കളിച്ച് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഫുട്ബോളേഴ്സ് ഇത്ര നല്ല മനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന പ്ലെയേഴ്സ് ആണ് ഇവരെല്ലാവരും എന്നത് താങ്കൾ ഉൾപ്പെടെ അത് ഒട്ടും തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ മനോഹരമായി തന്നെ ഇവിടെ ഫുട്ബോൾ മത്സരം ഇവിടെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതാ ഗോൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് ശ്രുതി ലക്ഷ്മി തന്നെ ഗോളിയായി വന്നിരിക്കുകയാണ്. മുന്ന വീണ്ടും ശ്രുതി ലക്ഷ്മി ഒരു നല്ല കൈയ്യടി കൊടുക്കാം. ഒരു മികച്ച തീരുമാനമായിരിക്കാം. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ അഞ്ജു അരവിന്ദ് ഗോൾ വലയം കാത്തിരുന്നു. അഞ്ജു ചേച്ചിക്കും നല്ലൊരു കൈയ്യടി. ലാലേട്ടൻ ടീമും മമ്മൂക്ക ടീമും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ്. രാജീവിൻ്റെ ഒരു കിക്ക് അവിടുന്ന് പോസ്റ്റിൽ നിന്ന് തന്നെ വരാൻ പോവുകയാണ്. അതാ ഗംഭീരമായ ഒരു ഹെഡിങ്ങിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശോഭി അത് വീണ്ടും അതൊരു ത്രോയിലേക്ക് കലാശിച്ചിരിക്കുകയാണ്. രാജീവ് പിള്ള ബോള് അദ്ദേഹത്തിൻ്റെ കാലുകളിലാണ്. ഇതാ ഒരു ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ഉണ്ണീസ് ശിവപാൽ വളരെ സൂപ്പർ ഷോട്ടായിരുന്നു ഉണ്ണീസ് ശിവപാൽ. ഒരു പവർഫുൾ ഹിറ്റ് തന്നെയായിരുന്നു പറയേണ്ടത്. വയ്യ ഒരു ഷോട്ടായിരുന്നു. എന്തായാലും ആ ഒരു കിക്കിലും ഒരു ഗോൾ പിറന്നില്ല. പക്ഷേ രണ്ടാമത്തെ ആ ഒരു ഗോൾ സുപ്രധാനമായ നിർണായകമായ ഒരു ഗോൾ നേടാൻ ടീം മമ്മൂട്ടിക്കാകുമോ എന്ന ചോദ്യത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൈലാഷിൻ്റെ ഒരു കടന്നുകയറ്റമുണ്ടായിരുന്നു. എങ്കിലും ഫൈനലിൽ കയറിയ ടീമിൻ്റെ ക്യാപ്റ്റൻ സുരേഷ് ഗോപിച്ചേട്ടൻ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. നല്ല കൈയ്യടി കൊടുക്കാം. അദ്ദേഹം ഫൈനൽ ടീമിലെത്തിയതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. ഇനി ഈ 2 ടീമുകൾ രാജീവ് പിള്ള റഫറിയോടെന്തോ പറയുന്നുണ്ട്. ശോഭിച്ചേട്ടൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇതാ ടച്ച് നിരഞ്ജൻ അത് ബോളുമായി മുമ്പേറുമ്പോൾ അത് നമ്മുടെ നരേൻ വളരെ ഭംഗിയായിട്ട് തന്നെ സേവ് ചെയ്ത് നിരഞ്ജൻ ഗോൾ പോസ്റ്റിന് അടുത്ത് വരെ എത്തിയാണ്. പക്ഷേ കോട്ടയം നസീർ അത് വളരെ വിദഗ്ധമായിട്ട് അത് സേവ് ചെയ്തിരിക്കുന്നു. ആ ബോൾ ഇതാ ഉണ്ണീസ് ശിവപാൽ പോസ്റ്റ് ലക്ഷ്യമാക്കിയോ. വളരെ മനോഹരമായൊരു കിക്കായിരുന്നു. അത് വളരെ മനോഹരമായൊരു കിക്ക്, മനോഹരമായി തന്നെ ഒരു ഷോട്ടായിരുന്നു, കിക്കായിരുന്നു. എന്തായാലും അത് ഗോളിൽ കലാശിച്ചില്ല. വളരെ നല്ലൊരു പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ മുന്നിൽ നിന്ന് നമുക്ക് കാണാം. മറ്റൊരു മുന്നിൽ കൂടി കൈലാഷിന്റെ എന്നാൽ അതും ബാക്കായി മാറുകയാണ്. എന്തായാലും ഒരു കിക്ക് കൂടി ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുന്നു, ഗോൾ കിക്ക് ലഭിച്ചിരിക്കുന്നു. നോക്കാം. അതാ മുന്ന ഒരു ആവശ്യമില്ലാത്ത ഷോട്ടായിരുന്നു തോന്നുന്നു. അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു തോന്നുന്നു അല്ലേ? കാര്യം നമുക്ക് അത്രയും വലിയ ഗ്രൗണ്ട് അല്ല, ചെറിയ ഗ്രൗണ്ടാണ്. അത് ഗോൾ കാലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്നുള്ളൊരു മാർഗം. ഇതാ എനിക്ക് തോന്നുന്നു ചെറിയൊരു ക്ഷീണം ഇവർക്കുണ്ടോ? കാര്യം ആ പഴയ മുന്നേറ്റം കാണുന്നില്ല. രാജീവ് നരേനെ വളരെ വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് അത് പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചിരിക്കുകയാണ്.
ഇതാ മുന്ന സൈമൻ ഗോൾ വെച്ച് ഗോൾ അടിച്ചില്ല, സോറി, അത് ശ്രുതി വളരെ വിദഗ്ധമായിട്ട് തന്നെ സേവ് ചെയ്തിരിക്കുന്നു. വളരെ നല്ലൊരു സേവ് കൂടിയായിരുന്നു ഇവിടെ. ശ്രുതി ലക്ഷ്മി ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് പ്രചോദേട്ടാ. ഇതാ ഉണ്ണി ശിവപാൽ, വിനീത് കുമാർ നേരെ നിരഞ്ജനിലേക്ക് പോകുന്നു. നിരഞ്ജൻ കോട്ടയം ഡിഫെൻഡ് ചെയ്യുന്നു, വളരെ ഗംഭീരമായിട്ട് അതിനെ സേവ് ചെയ്ത് ഇപ്പറ ഇട്ടിരിക്കുന്നു. അദ്ദേഹം ഹെഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അത് കാലുകൊണ്ട് പുള്ളി തട്ടിക്കളഞ്ഞു. ഇതാ മുന്ന സൈമൻ ഒരു സൈഡിൽ കൂടെ കയറുന്നുണ്ട്, ഡേഞ്ചറാണ്, പക്ഷേ കൈലാഷ് അവിടെ ഓടിയെത്തു. രണ്ടുപേരും ഉണ്ണി ശിവപാലും കൈലാഷും അവിടെ ഓടിയെത്തി. ഏതാനും നിമിഷങ്ങൾ മാത്രം ഈ മത്സരത്തിൽ ബാക്കി നിൽക്കുന്നു പ്രചോദേട്ടാ. നരേൻ ഗോൾ പോസ്റ്റ് ലക്ഷ്യമായി നിൽക്കുന്നു. അഞ്ജലിയുടെ മുട്ടുകൾ ഇടിക്കുന്നത് ഗോളാകുമോ? അതാ വിനീത്, രാജീവ് പിള്ള കഷ്ടിച്ച് മുന്നേ രക്ഷപ്പെട്ടു, അല്ലെ മുന്നേ ഉൾപ്പെടെ ഗോൾ പോസ്റ്റിനകത്ത് കയറിപ്പോയി. അത്ര വാശിയോടുകൂടിയാണ് രാജീവ് പിള്ള ഓടി വന്നത്. ഇതാ കൈലാഷ്, രാജീവിന്റെ കാലുകൾ എത്തി. ഇതാ നരേൻ അവിടെ രക്ഷകനായി എത്തി, എതിർ പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. കോട്ടയം നസീർ ഡിഫൻഡാൻ നിൽക്കുന്നു. ഇതാ ഒരു ഗോളാണെങ്കിൽ മനോഹരമായ ഒരു പ്ലേ ആയിരുന്നു. ഒരു നല്ല കൈയ്യടി കൊടുക്കാം നരേന്, അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഒരു ഫൺ ഗെയിം എന്നാണ്, പക്ഷെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഈ മത്സരത്തെ ഇവർ വീക്ഷിക്കുന്നത്, സമീപിക്കുന്നതെന്ന് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അവസാന നിമിഷങ്ങളിൽ. തീർച്ചയായിട്ടും നരേൻ ഒരു ക്യാപ്റ്റൻസി, അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്റ്റൻസി വളരെ കൃത്യമായിട്ട് തന്നെ, അത് നിരഞ്ജനാണെങ്കിലും അതെ ഫോർവേഡ് കളിക്കുന്ന ഒരു ഗോൾ പോസ്റ്റിലേക്ക്, പക്ഷേ അതുകൊണ്ട് എതിർ പോസ്റ്റിൽ 3 പേരാണ് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നത്. അത് അഞ്ജലിക്കും ഒരു ഗോളി എന്ന നിലയിൽ ഒരു ഭയമുണ്ട്, എപ്പോഴെങ്കിലും ഗോൾ കയറാം, അല്ലേ? അതെ തീർച്ചയായിട്ടും. പക്ഷെ വളരെ നല്ല ഡിഫൻസും അറ്റാക്കും പ്രത്യേകം എടുത്തു പറയുന്നത്, നേരത്തെ ചേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അവർ രണ്ടാമത്തെ മത്സരമാണ് കണ്ടിന്യൂസ്ലി കളിക്കുന്നത് ടീം മമ്മൂട്ടി. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്, കാരണം എളുപ്പമല്ല ഫുട്ബോൾ കളിക്കുക, ഓടി നടക്കുക ഫ്രം ദ ഫസ്റ്റ് വിസിൽ. തീർച്ചയായിട്ടും, കാരണം അവർക്ക് ആവേശം പകരുന്നുണ്ട്, വെളിയിൽ നിന്നുകൊണ്ട് അവരുടെ ടീം വർക്കുകൾ നന്നായിട്ട് ആവേശം പകരുന്നു. ഇതാ തൊട്ടടുത്ത് ഗോൾ പോസ്റ്റിന് തൊട്ടടുത്ത് വന്നെങ്കിലും അത് കോട്ടയം നസീർ വളരെ മനോഹരമായി ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ മത്സരം വിജയിച്ചിരിക്കുന്നു ലാലേട്ടൻ, ടീം ലാലേട്ടൻ. ഒരു നല്ല കൈ കൊടുക്കേണ്ടത് ടീം മമ്മൂട്ടിക്ക് കൂടിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്. തീർച്ചയായിട്ടും, കാര്യം അവരും ഈ 2 കളി അടുപ്പിച്ച് 20 മിനിറ്റ് ഗ്രൗണ്ടിൽ കളിച്ചു. അവർക്കും നല്ല ഗംഭീരമായ ഒരു കൈയടി കൊടുക്കണം. എന്തായാലും വളരെ ക്യാപ്റ്റൻസി എടുത്തു പറയണം നരേൻ, താങ്കളുടെ ക്യാപ്റ്റൻസിയും നിരഞ്ജന്റെ മുന്നേറ്റവും എല്ലാം ആ കളിക്ക് ഗംഭീരമായിരുന്നു. ഇനി 5 മിനിറ്റ് ഒരു ചെറിയ ബ്രേക്ക്, കാരണം ഫൈനൽ മത്സരത്തിലേക്ക് കടക്കണം. 2 ടീമുകളും ക്ഷീണിതരാണ്. 5 മിനിറ്റ്, അതെ. സോ 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് നമ്മൾ തിരിച്ചു വരുന്നതാണ്. ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മൾ കടക്കും. പക്ഷേ ടീം മമ്മൂട്ടി വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കളിച്ചു എന്ന് പറയാതെ പോയ പ്രചോദനം പറഞ്ഞ പോലെ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെൽ ഡൺ ടീം ലാലേട്ടൻ. ആൻഡ് വളരെ വാശിയേറിയ ഫൈനൽ മത്സരം നമ്മൾ ഉടൻ തന്നെ കാണുന്നതാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.